കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ രണ്ട് വ്യക്തിത്വങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി ജി സുധാകരനും. ഇവർ തമ്മിലുള്ള വാക്പോര് പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ജി സുധാകരൻ തീരുമാനിച്ചതിനു പിന്നാലെ പാർട്ടിയും അദ്ദേഹം തമ്മിലുള്ള അകൽച്ച മറനീക്കി പുറത്തു വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉന്നയിച്ച അവകാശവാദങ്ങളും അതിന് സുധാകരൻ നൽകിയ മറുപടിയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. CPM-ന്റെ അച്ചടക്കമുള്ള കേഡർ രാഷ്ട്രീയത്തിന്റെ ഒരു മുതിർന്ന നേതാവ് പാർട്ടിയോട് വിഘടിച്ചു നിൽക്കുന്നത് അസാധാരണമാണ്. ഈ സാഹചര്യത്തിലാണ് ജി സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന വാദവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. സുധാകരനെ താൻ 3 തവണ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുവെന്നാണ് പിണറായി വിജയൻ വെളിപ്പെടുത്തിയത്. തുടർച്ചയായി 3 തവണ വിളിച്ചിട്ടും കിട്ടാതായതോടെ സുധാകരൻ ബോധപൂർവം തന്നെ ഒഴിവാക്കുകയാണ് എന്ന് തനിക്ക് മനസ്സിലായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനു പിന്നാലെ പാർട്ടി ജില്ലാ സെക്രട്ടറി നാസറിനെ വിളിച്ച് സുധാകരനുമായി സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ലെന്നായിരുന്നു സുധാകരന്റെ മറുപടിയെന്ന് നാസർ അറിയിച്ചു. മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ കണക്ട് ചെയ്ത് തരാമെന്ന് നാസർ പറഞ്ഞപ്പോൾ ഇപ്പോൾ വേണ്ട, പിന്നീട് വിളിച്ചോളാം എന്ന് സുധാകരൻ പറഞ്ഞതായി മുഖ്യമന്ത്രി ആരോപിക്കുന്നു. ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നത് കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരന്റെ അവഗണനാ പരാതിയെ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ രൂക്ഷമായ ഭാഷയിലാണ് ജി സുധാകരൻ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഫോൺ നമ്പർ തന്റെ ഫോണിൽ CM എന്ന പേരിൽ സേവ് ചെയ്തിട്ടുണ്ടെന്നും ആ നമ്പറിൽ നിന്ന് തനിക്ക് യാതൊരു കോളും വന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ വന്നപ്പോൾ നേരിട്ട് കാണാൻ താൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അറിയിക്കാമെന്ന് പറഞ്ഞതല്ലാതെ പിന്നീടൊരു മറുപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. മുഖ്യമന്ത്രി വിളിച്ചു എന്ന് പറയുന്ന സമയത്തോ അതിനുശേഷമോ തന്റെ ഫോണിൽ മിസ് കോളുകൾ ഒന്നുമില്ല. മുഖ്യമന്ത്രിയും പാർട്ടിയും തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു.